ഞാനിപ്പോൾ നേപ്പാളിലാണുള്ളത്. നേപ്പാളിലെ പൊഖ്രയിലാണുള്ളത്. ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി സൂസൻ ബ്രോയും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. സ്റ്റോണിലെത്തിയിട്ടുണ്ട്. യെസ്, നോക്കാം. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. നല്ലൊരു ആംബിയൻസ് ഉള്ള കഫേയാണ്. നമ്മളെന്തായാലും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. നോക്കട്ടെ എന്താണുള്ളത്. നമ്മുടെ ഡ്രിങ്ക് ആദ്യം വന്നിട്ടുണ്ട്. റൈസ് വൈനും അതുപോലെ തന്നെ കമ്പൂച്ചയാണ് വന്നിട്ടുള്ളത്. കണ്ടോ, കമ്പൂച്ച എന്ന് പറയുന്നത് നിങ്ങൾക്കറിയായിരിക്കും, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. അത് ഇവിടെ നിന്ന് ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് വാങ്ങിയിട്ടാണുള്ളത്. ജിഞ്ചർ ഫ്ലേവറാണെന്ന് തോന്നുന്നു. കമ്പൂച്ച ഈസ് ജിഞ്ചർ. അങ്ങനെ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. ഇത് ബീഫാണ് ഉള്ളിലുള്ളത്. ദോശയുടെ ഉള്ളിൽ ബീഫ് വെച്ച പോലത്തെ ഒരു ഐറ്റമാണ് ഇത്. ചിക്കനും പൊട്ടറ്റോയും അതുപോലെ ചീസൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഐറ്റം. എനിവേ സൂസൻ ബ്രോ, നമുക്ക് ഈ ദോശയും ബീഫും ആദ്യം ട്രൈ ചെയ്യാം. ദോശയിൽ ഒരുപാട് മുട്ടയൊക്കെ ഇട്ടിട്ട് വേറൊരു ഫ്ലേവറാണ്. ഓക്കെയാണ്, പക്ഷേ ഇതിന് സ്പൈസസ് ഒന്നും വളരെ കുറവാണ്. നമ്മളങ്ങനെ തിരിച്ച് ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയി കിടന്നുറങ്ങട്ടെ, നാളെ രാവിലെ വരാം. ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഒരു ബാർബർ ഷോപ്പിലാണുള്ളത്. നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ കയ്യിൽ ATM ഉണ്ട്. എനിക്ക് വിഡ്രോ ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഇൻ്റർനാഷണൽ ഓഫായിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ബാർബർ ഷോപ്പിൽ അധികം, നേപ്പാളിലുള്ള അധികം ബാർബർ ഷോപ്പ് ഇന്ത്യൻസിൻ്റെ ആണ്. സൂസൻ ബ്രോ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. സൂസൻ ബ്രോ ഇപ്പോൾ വിചാരിക്കുകയാണ് ഒരു ഹെയർ കട്ട് ചെയ്താലോ. I'm thinking about it, but I'm not 100% sure yet. ചങ്ങായിക്ക് ഞാൻ UPI ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൈസ വിഡ്രോ ചെയ്യാൻ പോയിട്ടാണുള്ളത്. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാം. അധികം ബീഹാറിലുള്ളതും അതുപോലെ UPയിലുള്ള ആളുകളാണ് ബാർബർ ഷോപ്പൊക്കെ നോക്കുന്നത്. അങ്ങനെ എനിക്ക് ക്യാഷ് കിട്ടിയിട്ടുണ്ട്. 2000 നേപ്പാളി കൊടുക്കേണ്ടി വന്നു. എന്നാലും എനിക്ക് 10,000 കൺവേർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുകയാണ് നല്ലൊരു ഷോപ്പ്. സിൽക്ക് റോഡ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കോഫിയോ ചായയോ കുടിക്കാമെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം നല്ലൊരു വൈബാണ് കേട്ടോ. അങ്ങനെ എൻ്റെ മസാല ചായ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രോയുടെ മാംഗോ ലസ്സി. ചായ അടിപൊളിയാണ് കേട്ടോ. എന്ത് സ്മെല്ലാണെന്നറിയാം. വേറെ ലെവൽ പ്രസൻറ്റേഷനാണ്. So good. Chai is always good. Yeah. Look at the bay leaf there. And yeah. cinnamon on top. I don't know, maybe mix of spice. നല്ല അടിപൊളി മസാലയൊക്കെ ആയിട്ട് കിടിലാണ്. പക്ഷെ പഞ്ചസാര ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ പഞ്ചസാര ഇടിയിട്ട് ഇങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. നിങ്ങളിത് കണ്ടോ, കഫേയിൽ വരെ ഈ ചെടിയുണ്ട്. നമ്മളങ്ങനെ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവാണ്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന പോലെ എല്ലാ സ്ഥലത്തും ആൾക്കോൾ വളരെ സുലഭമാണ് കേട്ടോ. കഫേയിലും അതുപോലെ എല്ലാ സ്ഥലത്തും നമുക്കിത് ഇതുപോലെ ആൽക്കഹോൾ വളരെ ഈസി ആയിട്ട് കിട്ടും. നമ്മളെന്തായാലും ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോവാണ്. ഞാനങ്ങനെ തിരിച്ച് എൻ്റെ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ദാൽബാട്ടാണ് കഴിക്കുന്നത്. ബ്രഞ്ച്. നമ്മളിപ്പോൾ ബ്രഞ്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചെറുപയറിൻ്റെ കറി, ഇതാണ് അധികവും ദാൽബാത്തിനോട് ഉണ്ടാവല്. അതുപോലെ തന്നെ ചമ്മന്തി, പിന്നെ ഏതോ സബ്ജിയാണ് എനിക്ക് തോന്നുന്നത്, പൊട്ടറ്റോയും Potato and capsicum. Potato and capsicum and some veggies. This is mustard leaf. Okay. ചങ്ങായി ഭയങ്കര ഫാസ്റ്റാണ് കേട്ടോ. സോ ഫാസ്റ്റ്. ഓൾറെഡി ഫിനിഷ്ഡ്. എന്തായാലും ഞാൻ കഴിക്കട്ടെ. ഞാൻ കുറച്ച് സ്ലോ ആണ്. ഇനിയിപ്പോൾ കഴിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇതിപ്പോൾ ഒന്നും തീരലുണ്ടാവില്ല. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് വരാം. ദാൽബാത്ത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അടിപൊളിയാണ്. നേപ്പാളി ഫുഡ് വേറെ ലെവലാണ്. ഞാനങ്ങനെ എൻ്റെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞാനങ്ങനെ സുഭാഷ് ബ്രോയുടെ കൂടെ നമ്മളിപ്പോൾ മോമോസ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ സൂസൻ ബ്രോയുടെ ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞാനെന്തായാലും സുഭാഷ് ബ്രോയുടെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ഊബർ പോലത്തെ ഒരു സെറ്റപ്പാണിത്. പത്താവ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഞാനെന്തായാലും സുഭാഷ് ബ്രോയുടെ കൂടെ പോവാണ്. നേപ്പാളി മോമോ വേറെ ലെവലാട്ടോ. ഞാൻ മുന്നേ കഴിച്ചിരുന്നു ബഫലോ മോമോ ഇതിന് മുന്നേ കഴിച്ചിരുന്നു. അപ്പോൾ മോമോ കഴിക്കാൻ വേണ്ടി പോവാണ്. നാളെ ഞാൻ ഇവിടുന്ന് കാഠ്മണ്ഡുവിലേക്ക് പോകും. സുഭാഷ് ബ്രോ ഒരു ദിവസം കേരളത്തിൽ വന്ന് നമ്മൾ മോമോ ഷോപ്പ് ഇടുന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ വേറെ ലെവലാട്ടോ. നേപ്പാളി മോമോ ഈസ് ദ ബെസ്റ്റ്.
അങ്ങനെ നമ്മളിപ്പോൾ മോമോ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ട്രൈ അഗെയിൻ. നമ്മൾ ഇവിടുന്ന് ഒരു പ്രാവശ്യം കഴിച്ചതാണെന്ന് തോന്നുന്നു. ഇവിടുന്ന് വാങ്ങിയിട്ട് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് കഴിച്ചതാണെന്ന് തോന്നുന്നു. ഇവരിങ്ങനെ വലിയ ഇതിൻ്റെ അകത്താണ് മോമോസ് ഉണ്ടാവുക. കണ്ടോ, വലിയ പാത്രമാണ്. ഇതിനകത്ത് ഫുള്ള് മോമോസ് ആണ്. കണ്ടോ, എൻ്റെ മൊത്തം ബഫലോ മോമോ ആണ് കാണുന്നത്. എന്തായാലും അടിപൊളിയാണ്. സൂസൻ ബ്രോ ഒക്കെ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്കൊരു കിച്ചൺ ഉണ്ട്. നമുക്ക് എന്തായാലും മോമോ ഉണ്ടാക്കുന്നതാണ്. നമുക്ക് ഇവിടെ നോക്കി കാണാം. ഇത് ബഫലോ മോമോ ആണ് ഇവിടെ ഉണ്ടാക്കുന്നത്. നേരെ അപ്പുറത്ത് ചിക്കൻ ആണെന്ന് തോന്നുന്നു. ഹൗ മെനി പ്ലേറ്റ്സ് ക്യാൻ യു മേക്ക് ഇൻ വൺസ്? 18 പ്ലേറ്റ്സ്. 18 പ്ലേറ്റ്സ്. നൈസാണ്. നമ്മുടെ മോമോ ഇങ്ങനെ കുക്കായിക്കൊണ്ടിരിക്കുന്നതാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ കടയിൽ. അപ്പോൾ 18 പ്ലേറ്റ്സ് ആണ് നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുക. നമ്മുടെ മോമോന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഓപ്പൺ ചെയ്യും. കണ്ടോ, 18 പ്ലേറ്റ്സ് ആണ് ഒരു സെറ്റിൽ ഉണ്ടാവുക. ഇത് മൊത്തം ബഫലോ ആണ്. കണ്ടോ, നൈസല്ലേ? നേപ്പാളി മോമോ അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ മുന്നേ ട്രൈ ചെയ്തിരുന്നു. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ബഫലോ മോമോ റെഡി ആയിട്ടുണ്ട്. എത്ര പേരാണെന്നറിയാം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. നൈസല്ലേ? നല്ല സ്മെല്ലാണ് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ. പിന്നെ നമ്മുടെ മോമോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല സ്പൈസി സോസാണ് ഈ കാണുന്നത്. ഇത് കാണുന്നത് കുറച്ച് ലൈറ്റ് സ്പൈസി ആയിട്ടുള്ളത്. ഇത് സൂപ്പാണ് കേട്ടോ. പീനട്ടൊക്കെ ഇട്ടിട്ടുള്ളൊരു സൂപ്പാണത്. നല്ല തണുപ്പുള്ളൊരു സൂപ്പാണത്. അതിങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുക. ഇത് നല്ല ചൂടാണ്, അതുകൊണ്ട് തന്നെ ഈ സോസ് നമുക്ക് ഒഴിക്കാം. ഇത് നല്ല തണുത്ത സോസാണ് കേട്ടോ. സോസ് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. നല്ല സ്പൈസി സോസാണ് കേട്ടോ. സ്പൈസി എന്ന് വെച്ചാൽ 1.5 സ്പൈസിയാണ്. Okay, cheers. വേറെ ലെവൽ ടേസ്റ്റാണ്. ബഫലോ മോമോ ആണ്. വേറെ ലെവൽ ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി മോമോസ് വേറെ ലെവലായിരുന്നു. നമ്മളെന്തായാലും ഇനി ഇവിടുന്ന് പോവാണ്. ട്രിപ്പിൾ അടിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. നമ്മളിങ്ങനെ ട്രിപ്പിൾ അടിച്ചിട്ടാണ് പോകുന്നത്. അതിലേതെങ്കിലും പോലീസ് സെറ്റ് ഉണ്ടെങ്കിൽ താഴോട്ടേക്ക് എത്തുള്ളൂ. നമ്മൾ നാട്ടിൽ പോകുന്ന പോലെ തന്നെ മെയിൻ റോഡ് ആയതുകൊണ്ട് തന്നെ സൂസൻ ബ്രോ ഇറങ്ങി നടക്കാണ്. വെയിറ്റ് ചെയ്തിങ്ങനെ ഇവിടെ നിൽക്കാം. ഇതാണ്ടോ ഇവിടുത്തെ ഷെയർ ടാക്സി. നമ്മൾ അങ്ങനെ ചെറിയ ഗല്ലിയിലൂടെയാണ് പോകുന്നത്. കാരണം മെയിൻ റോഡ് കൂടെ പോകുമ്പോൾ ചിലപ്പോൾ പോലീസിൻ്റെ വിഷയമുണ്ട്. കാരണം നമ്മൾ ട്രിപ്പിൾ അടിച്ചിട്ടല്ലേ പോകുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഗല്ലിയിലൂടെ ഇങ്ങനെ പോവാണ്. ഗല്ലിയിലൂടെ പോകുമ്പോൾ എന്ത് രസമാണെന്നറിയാം. കാരണം നമുക്ക് റിയൽ ലൈഫ് കാണാൻ പറ്റും. ഉണ്ടോ, ചെറിയ ചെറിയ വീടൊക്കെ ആയിട്ട് നേപ്പാളിൻ്റെ റിയൽ വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇതുപോലുള്ള ചെറിയ കടകളൊക്കെ ആയിട്ട് ഇതുപോലെ വീട് കാണാൻ നല്ല രസമാണ്. ഉണ്ടോ, സുഭാഷ് ബ്രോ ഹോസ്റ്റലിലേക്ക് പോവാണ്. ഞാനും സൂസൻ ബ്രോയും കൂടി സൺസെറ്റ് കാണാൻ വേണ്ടി പോവാണ്. ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മളിപ്പോൾ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് ഫേവ ലേക്കിലാണ് വന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ലേക്കിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. നമുക്ക് അവിടെ നോക്കിയാൽ സൂര്യനെ കാണാൻ പറ്റും. വേറൊരു രസമാണ് ഈ സമയത്ത് ഇങ്ങനെ ഇതിലൂടെ നടക്കാൻ. ഒരുപാട് പേരിങ്ങനെ പോകുന്ന കാണാം. നമ്മൾ ഈ കാണുന്നതാണ് നേപ്പാളി ട്രഡീഷണൽ ക്യാപ്പ്. നമ്മൾ അവിടെ കാണുന്നതാണ് ദാൽബാരായി ടെമ്പിൾ. അവിടെ നിന്ന് ഇങ്ങനെ പൂജ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ സ്മോക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇനിവേ സൈഡിലൊക്കെ നമുക്ക് ഒരുപാട് ഇങ്ങനെ കഫേയൊക്കെ കാണാം. പൊക്രയിലെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. നാളെ ഞാൻ ഇവിടുന്ന് കാഠ്മണ്ഡുവിലേക്ക് പോകും. അധികവും ബസ് എടുത്ത് പോകാനാണ് സാധ്യത. നോക്കാം, പറ്റുമെങ്കിൽ നമുക്ക് ഇഷ്ടമാക്കാൻ പറ്റുമെങ്കിൽ ഇഷ്ടമാക്കി ചെയ്ത് പോവാം. എന്തായാലും വേറൊരു രസമാണ് കേട്ടോ ഈ ലൈക്ക് സൈഡിൽ ഇങ്ങനെ നടക്കാൻ. പ്രത്യേകിച്ച് ഇപ്പോൾ ഓഫ് സീസൺ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അധികം ആളുകളൊന്നുമില്ല. തിരക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു വേറൊരു രസമാണ്. അതുമാത്രമല്ല, നമുക്ക് ഇവിടുന്ന് ഫിഷിനെ പിടിക്കണമെങ്കിൽ ഫിഷിനെ പിടിക്കാം. അതുപോലെ ഒരുപാട് ബോട്ട്സ് ഉണ്ട്. ബോട്ട്സ് എടുത്ത് ഇതിലൂടെ ഇങ്ങനെ പോകാൻ പറ്റും ലേക്കിലൂടെ. ഇതൊക്കെ വേറൊരു ഫീലാണ്. ലേക്കിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഇതുപോലെ ഒരുപാട് ചൗപ്പട്ടി എന്ന സ്ട്രീറ്റ് ഫുഡ് വെക്കുന്ന ഒരുപാട് വെൻഡേഴ്സിനെ കാണാൻ പറ്റും. ഇനിവേ വേറൊരു രസമുണ്ട് ഇവിടെ നടക്കാൻ.
നമ്മൾ ഇവിടെ ഏതെങ്കിലും നല്ലൊരു സ്പോട്ട് കണ്ടുപിടിച്ച് അവിടെ ഇരുന്ന് സൺസെറ്റ് കാണാമെന്നുള്ളൊരു പ്ലാനിലാണുള്ളത്. സൈഡിലിങ്ങനെ ചെറിയ രീതിയിൽ കച്ചവടം നടത്തുന്നവരൊക്കെ ഇപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഓടുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം പോലീസ് വരുന്നുണ്ട്. പോലീസ് വരുമ്പോൾ പോലീസ് ഇവർക്ക് അനുമതിയില്ല. വല്ലാത്തൊരു സംഭവമാണ്. നല്ല സങ്കടം തോന്നുന്നു കാണുമ്പോൾ. കാരണം സോ സാഡ്. അവരിങ്ങനെ ജീവിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്, ചെറിയ രീതിയിൽ കച്ചവടം ചെയ്തിട്ട്. ഈ പോലീസ് കാരണം അവർക്ക് കച്ചവടം ചെയ്യാൻ പോലും പറ്റുന്നില്ല. അവരൊക്കെ സാധനങ്ങൾ എടുത്ത് ഓടുന്നതായിട്ടാണ് കാണുന്നത്. കണ്ടോ, ആ ചേച്ചിയൊക്കെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോകുന്നതാണ്ടോ. കാണുമ്പോൾ തന്നെ ഒരുപാട് സങ്കടം തോന്നുന്നു. നമുക്ക് പോലീസ് അവിടെ ആയിട്ടുണ്ട്, നേപ്പാളി പോലീസ്. നമ്മളിപ്പോൾ ഭാരതി ഘട്ടിൻ്റെ അവിടെയാണുള്ളത്. ഇതാണ് പോലീസിൻ്റെ കാറ്. എൻ്റെ പുറകിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അവരിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്. വല്ലാത്തൊരു അവസ്ഥയാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് സങ്കടം തോന്നുന്നുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ട് ജീവിക്കുന്നവരാണ് അവരെ ഇങ്ങനെ പോലീസ് ബുദ്ധിമുട്ടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കണ്ടോ, അവരൊക്കെ പേടിച്ചിട്ട് അതൊക്കെ ഉള്ളിലേക്കൊക്കെ എടുത്തു വെച്ച് പോവാണ്. കണ്ടോ, ഈ വഴി മുടക്കുന്നത് കൊണ്ടാണ് പോലീസ് ഇങ്ങനെ ക്ലിയർ ചെയ്യുന്നത് നല്ല കാര്യമാണ്. പക്ഷേങ്കിൽ അവർക്കും ജീവിക്കണ്ടേ. അവരിങ്ങനെ ചെറിയ കച്ചവടം ചെയ്ത് ജീവിക്കുന്നവരല്ലേ. അങ്ങനെ നമ്മളെന്തായാലും ഇവിടെ ഇരുന്നിട്ട് സൺസെറ്റ് കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. കണ്ടോ, വേറെ രസമാണ് കേട്ടോ ഈ ലേക്ക് കാണാൻ. നിങ്ങൾ നോക്കിയേ, ബ്യൂട്ടിഫുൾ അല്ലേ. നമ്മളിവിടെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്യാണ്. നമുക്ക് ഇപ്പോൾ സൺസെറ്റ് കാണാനുള്ള ഭാഗ്യമില്ല. കാരണം സൂര്യൻ ക്ലൗഡിൻ്റെ ഉള്ളിലേക്ക് പോയി. എന്നാലും നമുക്ക് വേറെ ലെവൽ വ്യൂ ആണ്. കണ്ടോ, എന്ത് രസമാണെന്ന് നോക്കിയേ ഈ ലേക്കിൻ്റെ വ്യൂ. സൈഡിലായിട്ട് നമുക്കിങ്ങനെ ചെറിയ മൗണ്ടൈനൊക്കെ കാണാൻ പറ്റും. നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് നോക്കിയാൽ പീസ് തൂപ കാണാൻ പറ്റും. ഇപ്പോൾ സൺസെറ്റൊക്കെ കഴിഞ്ഞു. പക്ഷെ നമുക്കൊന്നും കാണാൻ പറ്റിയില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും മൗണ്ടൈൻ്റെ താഴെയായിട്ട് സണ്ണ് സെറ്റായിട്ടാണ് ഉള്ളത്. ഇപ്പോൾ ഫുള്ള് ക്ലൗഡ് കൊണ്ട് നിറഞ്ഞിട്ടാണുള്ളത്. ഇപ്പോൾ എന്ത് രസമാണെന്ന് നോക്കിയേ ലേക്ക് കാണാൻ. നമ്മളെന്തായാലും ഇവിടെ നിന്ന് പോവാണ്. നമുക്ക് അവിടെ അങ്ങനെ ആയിട്ട് ഇപ്പോൾ സണ്ണ് കാണാൻ പറ്റുന്നുണ്ട്. കാരണം അത് മലയുടെ അപ്പുറത്താണുള്ളത്, അതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. എന്തായാലും ലെറ്റ്സ് ഗോ. സൈഡിലൊക്കെ നമുക്ക് അവിടെ ഇവിടെ ആയിട്ടും ചെറിയ രീതിയിലുള്ള ഗാംബ്ലിംഗ് ഒക്കെ കളിക്കുന്നതായിട്ട് കാണാൻ പറ്റും. നിങ്ങളിപ്പോൾ മരത്തിൻ്റെ മുകളിലൊക്കെ ഫുള്ള് കിളികളാണ്, അതാണ് ഈ സൗണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെറുതായിട്ടൊന്ന് കളിച്ചു, ചെറിയ രീതിയിൽ വിന്നും ചെയ്തു. അപ്പോൾ നമ്മൾ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോവാണ്. അവിടെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഷൂട്ട് ചെയ്യാത്തത്. കാരണം അത് എന്താ പറയുക, ചെറിയ രീതിയിൽ നടത്തുന്ന പരിപാടിയാണ്, അവിടെ അലോഡല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും ഒരു ഫണ്ണാണ്. ഞാനിവിടെ ഫസ്റ്റ് വന്ന് ഇറങ്ങിയപ്പോഴും ഞാനിതുപോലെ ഗാംബ്ലിങ് ചെയ്യുന്നതായിട്ട് കണ്ടിരുന്നു. അപ്പോൾ ഈ സൈഡിലൊക്കെ നമുക്കിങ്ങനെ സ്ട്രീറ്റ് ഫുഡായിട്ടുള്ള ചൗപ്പട്ടി വിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. വൈകുന്നേരം ആയാലും ലേക്ക് സൈഡിൽ നല്ലപോലെ തിരക്കാവും. ടൂറിസ്റ്റേഴ്സ് മാത്രമല്ല, ലോക്കലായിട്ടുള്ള നേപ്പാളീസ് പീപ്പിളിനെ ഒരുപാട് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഡിസ്നി ലാൻഡിൻ്റെ അടുത്ത് എത്താറായി. നമ്മളങ്ങനെ തിരിച്ച് നമ്മുടെ ഹോസ്റ്റലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. Hello, namaste. നമുക്ക് ഇവിടെ ആയിട്ട് ഒരുപാട് ഹണി കാണാൻ പറ്റും. കണ്ടോ, ബട്ടർ ട്രീ, റോ ഹണി, അതുപോലെ തന്നെ ഏറ്റവും സ്പെഷ്യാലിറ്റി ഉള്ളത് ഇതാണ്. കണ്ടോ, മാഡ് ഹണി. I can explain what's mad honey. Okay. So mad honey is the honeybee. They have their house built in the rocks, in the mountain, where people cannot reach. So what they do is like they create a big fire, they make a big smoke, and they smoke the bees, and they climb up a ladder and take that honey, cut it and take the honey. And because they roam around in the forest and drink rhododendron juice, that's why it's got a little bit of a psychedelic effect if you eat a lot. So, but you know, so it depends. Some are very strong, some are not very strong. This one not very strong. So this is more like a wild honey. But it's very hard to get. That's why it can be a little bit expensive. And yeah, it's one of a kind that you can only find in the mountain. ഓക്കെ, ഞാനിപ്പോൾ ആ ഒരു ഹണിയാണ് ഞാൻ ട്രൈ ചെയ്തത്. ചെറിയ രീതിയിൽ കുറച്ച് എന്താ പറയുക, ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഹണിയാണ്. കണ്ടോ, really sweet. Yeah. It's not very strong. It's a mellow taste. Try the buckwheat. Buckwheat is more strong. Stronger taste. I tried it before. I like it. I like that the most.
സ്ട്രോങ് ആയിട്ടുള്ള അണിയാണ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. It's good. 10 kgs, please. This one, right? Huh? Buckwheat, yeah, that's the one. Take it for your mom, bro. But I have to eat it because. Oh, you're traveling. Oh my God, I have yes, to you're finish this traveling. whole thing. Yeah, that's it. നമ്മുടെ ഹോസ്റ്റലിൽ അവിടെയുള്ള കുട്ടിയാണ് കേട്ടോ ഇത്. സുനഹരി ഹോസ്റ്റലിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ നാളെ ഞാൻ ഇവരൊക്കെ ബൈ ബൈ പറഞ്ഞിട്ട് ഞാൻ പോവാണ് കാഠ്മണ്ഡുവിലേക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം. See you guys. Bye bye.